ഹലോ ഡിയേഴ്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ രൂപത്തിൽ നമ്മളോട് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഇതിലൂടെ ഒന്ന് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി അൻ ആഡഡ് ബെനിഫിറ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ആദ്യത്തെ ചോദ്യം നോക്കുക. ഡാഷ് ഇസ് എ സ്റ്റേജ് പെർഫോമൻസ് വിച്ച് ഈസ് ക്യാരിഡ് ഔട്ട് വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ. അല്ലേ, ഇതിനകത്ത് ഉത്തരം, അതായത് പ്രിപ്പറേഷൻ കൂടാതെ നമ്മൾ നടത്തുന്ന സ്റ്റേജ് പെർഫോമൻസിന് ഏത് പേരാണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. പ്രസൻറ്റേഷൻ ആണോ, എക്സ്റ്റംപൊറി ആണോ, ഡിബേറ്റ് ആണോ, സ്പീച്ച് ആണോ? നമുക്കറിയാം എക്സ്റ്റംപൊറി സ്പീച്ച് ആണ്. ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദ സിറ്റുവേഷൻ ഫോംസ് ദ ഡാഷ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഓപ്ഷനകത്ത് സോഴ്സ്, ഫീഡ്ബാക്ക്, കോണ്ടെക്സ്റ്റ്, മെസ്സേജ് അല്ലേ. അപ്പം അതിനകത്ത് നമുക്കറിയാം കോണ്ടെക്സ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, സിറ്റുവേഷൻ ഓഫ് ദി കമ്മ്യൂണിക്കേഷനാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. സോഴ്സും ഫീഡ്ബാക്കും മെസ്സേജും ഒക്കെ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. ആൻഡ് ഡാഷ് ഇസ് ദ ഒപ്പീനിയൻ ഓർ സ്റ്റാൻഡ് ഓഫ് ദ ന്യൂസ് പേപ്പർ അബൌട്ട് എ കറൻറ്റ് ഇവൻറ്റ്, ന്യൂസ് ഓർ പേഴ്സൺ. എന്തിനെയാണ് നമ്മൾ സ്റ്റാൻഡ് ഓഫ് ദ ന്യൂസ് പേപ്പർ എന്ന് പറയുക? എഡിറ്റോറിയലാണ് അല്ലേ. മൗത്ത് പീസ് ഓഫ് ദി ന്യൂസ് പേപ്പർ എന്നൊക്കെ പറയുന്നത് എഡിറ്റോറിയലിന് തന്നെയാണ്. കോളം അറിയാമല്ലോ, ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. എ സ്പേസ് റിസർവ്ഡ് ഫോർ എ സീനിയർ ജേർണലിസ്റ്റ് അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, കോപ്പിയിങ് അനദർ പേഴ്സൺസ് ഐഡിയ ഓർ ടെക്സ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ആസ് വൺസ് ഓൺ ഈസ്. അതായത് ഒരാളുടെ ഐഡിയേനെ കോപ്പി ചെയ്യുന്നതിന് എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു സീരിയസ് കൺസേൺ ആണ്, പല എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് പ്ലേഗിയറിസം. പ്ലേഗിയറിസമാണ് കോപ്പി ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്നത് പ്ലേഗിയറിസം എന്നാണ്. ക്ലീഷേയും സ്ലാൻഡറും ബയാസും എന്താണെന്നുള്ളത് അറിയണം കേട്ടോ. ക്ലീഷേ ഓവർ യൂസ്ഡ് വേർഡ്സ് ആണ്. സ്ലാൻഡർ, ബയാസ് ഒക്കെ നമ്മുടെ ആ ഒരു ടെക്സ്റ്റിനകത്തുണ്ട്. ജസ്റ്റ് ഒന്ന് അറിയാം എന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. കാരണം ഇത്തവണ ഈ പ്ലേഗിയറിസം ആണ് ഇതിൽ ചോദിച്ചതെന്നുണ്ടെങ്കിൽ അടുത്തതിൽ ആൻസറായി വരുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ദെൻ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓർ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് യൂസ്ഡ് ബൈ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ് കോൾഡ് എന്ന് നമ്മൾ പറയുന്നത് പാരലൻസ് ആണ് അല്ലേ. പാരലൻസ് ആണ്. ഓക്കെ, ജേർണലിസ്റ്റ് എന്താണ്, റിപ്പോർട്ടേജ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാഷ് ഇസ് എ സീ വോയാജ് എസ്പെഷ്യലി ടേക്കൺ ഫോർ പ്ലഷർ, ദാറ്റ് ഈസ് cruiser. Okay, good. And dash contains omega-3 fatty acids. omega-3 fatty acidകൾ ഉൾപ്പെടുന്നത് ഓയിലി ഫിഷിനകത്താണ്. Then say whether the following statement is true or false. താഴെ തന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബ്രെയിൻ ഫുഡ് ക്യാൻ ബി ഈറ്റൺ ഇൻ ഓർഡർ ടു ഡു ബെറ്റർ അറ്റ് സ്കൂൾ ഓർ കോളേജ്. ട്രൂ ആണ് അല്ലേ. 9th one നോക്ക് നിങ്ങൾ. മൈ സിസ്റ്റർ ഗോട്ട് എ ജോബ് ഇൻ എ ഹോട്ടൽ. She greets guests and many check-in and check-out process. She is a or an receptionist ആണല്ലേ. നോർമലി റിസപ്ഷനിസ്റ്റ് അല്ലേ. ദ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിനകത്തിൽ നിന്നാണ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഒരു ജോബിൻ്റെ പേര് തന്നിട്ട് അവർ ചെയ്യുന്ന തൊഴിലിനെ അല്ലെങ്കിൽ ആ തൊഴിൽ പറഞ്ഞിട്ട് അവരുടെ ജോലി എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടിട്ടുണ്ടേ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. നമുക്കറിയാം ക്രിക്കറ്റ്, ഹോക്കി, ലോങ് ജമ്പ്, സോക്കർ അത്ര അവിടെ തന്നിട്ടുണ്ട്. ക്രിക്കറ്റും ഹോക്കി, സോക്കർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു ഗെയിമാണ്. ലോങ് ജമ്പ് അതല്ല ഒരു അത്ലറ്റിക്സിൽ അതിനകത്ത് വിടുന്ന ഒന്നാണ് അത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കേട്ടോ. ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം, ട്രാൻസ്ഫറിങ് മെസ്സേജ് യൂസിങ് ദ പ്രോപ്പർ ഫോമാറ്റ് ഇസ് കോൾഡ് എൻകോഡിങ് അല്ലേ. അതിനല്ലേ നമ്മൾ എൻകോഡിങ് എന്ന് പറയാം. ആൻഡ് ദ ടോപ്പിക് ഓഫ് എ ഡിബേറ്റ് ഈസ് കോൾഡ്. ഒരു ഡിബേറ്റിനകത്തെ ടോപ്പിക്കിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? മോഷൻ എന്നല്ലേ. യെസ്, ഗുഡ്. ഡാഷ് ഈസ് എ ലൈറ്റ് ഹാർട്ടഡ് റൈറ്റ് അപ്പോൺ ഇവൻറ്റ്സ് ഓൺ പീപ്പിൾ ഓർ പീപ്പിൾ ഹു ആർ ന്യൂസ് മേക്കേഴ്സ്, സെലിബ്രിറ്റീസ്, യുണീക്ക് പീപ്പിൾ. ലൈറ്റ് ഹാർട്ടഡ് റൈറ്റപ്പിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? യെസ്, ദാറ്റ് ഈസ് ഫീച്ചർ ആർട്ടിക്കിൾ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, needless repetition of words in a language is called needless repetition of words in a language is called. എന്ത് പേരിലാണ് വാക്കുകളുടെ നീഡ്ലെസ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ,
ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, റിഡൻഡൻസി. ഓക്കെ, റിപ്പിറ്റേഷനെ വിളിക്കുന്നൊരു പേരാണ് റിഡൻഡൻസി. ആൻഡ് ഡാഷ് ഇസ് എ ടെലിവിഷൻ പ്രോഗ്രാം ഇൻ വിച്ച് ഓർഡിനറി പീപ്പിൾ ആർ ഫിലിംഡ് ഇൻ റിയൽ സിറ്റുവേഷൻ റാദർ ദാൻ ആക്ടേഴ്സ്. ഓപ്ഷൻസിനകത്ത് ഇൻഫോമെറിക്കൽ, മോക്യുമെൻ്ററി, റിയാലിറ്റി ടി വി, റോഡ് ഷോ. സോ ഹിയർ ദാറ്റ് ഈസ് റിയാലിറ്റി ടി വി. അടുത്തത്, ഡാഷ് ഇസ് എ ഫോം ഓഫ് വാക്കിംഗ് അണ്ടർടേക്കൻ വിത്ത് ദ സ്പെസിഫിക് പർപ്പസ് ഓഫ് എക്സ്പ്ലോറിങ് ആൻഡ് എൻജോയിങ്. അല്ലേ, ഇതിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? യെസ്, ദാറ്റ് ഈസ് ട്രക്കിംഗ്. ഓക്കെ, ദെൻ എ പേഴ്സൺ ഹു ഹാസ് എക്സസീവ് ക്രേവിംഗ് ഫോർ ഫുഡ് ഈസ് കോൾഡ് ഫുഡാഹോളിക്. അല്ലേ, ആൻഡ് ഈറ്റിംഗ് ഡാഷ് ഷുഗർ വിൽ ഡാമേജ് യുവർ ടീത്ത്. ഏതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഈറ്റിംഗ് ടു മച്ച് ഷുഗർ. അല്ലേ, ആൻഡ് മൈ അങ്കിൾ ഈസ് എ പ്രൊഫഷണൽ പേഴ്സൺ വിത്ത് ഗ്രാജുവേഷൻ. ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗിവ് എ ലീഗൽ അഡ്വൈസ്. ഹീ ഈസ് എ ആരാണ്? ലോയറാണ്. അല്ലേ. 10 ഡാഷ് ഈസ് എ പോപ്പുലർ ഔട്ട്ഡോർ ഗെയിം. ഇതിനകത്തെ പോപ്പുലറായ ഔട്ട്ഡോർ ഗെയിം ഏതാണെന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഗോൾഫ്. ഇനി അടുത്ത 2 ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടെ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ രൂപേണ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പരിചയപ്പെടുന്നുണ്ട്. അതായത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതല്ലെങ്കിൽ ഇതിൽ പെടുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇനിയും വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, സോ നമ്മളിവിടെ ഒരു പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ നോക്കുക. എ ഡാഷ് ഈസ് എൻ ഓർഗനൈസ്ഡ് ലിസ്റ്റിംഗ് ഓഫ് വൺസ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ ദ ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആൻഡ് ലൈഫ്. എന്നിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. ദാറ്റ് ഈസ് കരിക്കുലം വിറ്റേ. റേസ് ബിലോങ്സ് ടു ഡാഷ് കാറ്റഗറി ഇൻ സ്പോർട്സ്. അതായത് സ്പോർട്സിനകത്തെ ഏത് കാറ്റഗറിയിലാണ് റേസ് ബിലോങ് ചെയ്യുന്നതെന്നുള്ളതാണ്. വി നോ ദാറ്റ് ഈസ് റേസ് ഏതിലാണ് പെടുന്നത്? അത്ലറ്റിക്സ് അല്ലേ? യെസ്, ഗുഡ്. ഡാഷ് ഈസ് എ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് കൺസിഡേർഡ് ടിപ്പിക്കൽ ഓഫ് ന്യൂസ് പേപ്പർ. അല്ലേ, ന്യൂസ് പേപ്പർ ലാംഗ്വേജിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. ന്യൂസ് പേപ്പർ ലാംഗ്വേജ് ഏതാണ്? ജേർണലീസ് ആണ്. അല്ലേ, ഓക്കെ. ആൻഡ് ഫോർത്ത് വൺ, ഡാഷ് ഇസ് ഗിവിംഗ് ഇൻഫർമേഷൻ ഇൻ ആൻ ഇൻഫോർമൽ വേ to a smaller group that appeals to the audience. That is presentation. Fifth one, dash is the central place where editors, reporters, photographers and production managers work to gather the news to be published. Adedana, that is newsroom. Avial is the best dash food available in Kerala. Vegan food aanu. Students are advised to take dash food to do better at school. Edu food aanu കഴിക്കണ്ടേ? ബ്രെയിൻ ഫുഡാണ്. ഓക്കെ, ദെൻ 8th one, ഡാഷ് ഈസ് എ ജേർണി ടു എ പ്ലേസ് വേർ വൈൽഡ് ആനിമൽസ് ആർ കെപ്റ്റ് ഇൻ ഓപ്പൺ സ്പേസസ് ആൻഡ് ക്യാൻ ബി വ്യൂഡ് ഫ്രം വെഹിക്കിൾസ്. ദാറ്റ് ഈസ് കോൾഡ് സഫാരി. ഓക്കെ, ഗുഡ്. ദെൻ വേറൊരു പേപ്പറിനകത്ത് വന്നത് നോക്കുക നിങ്ങൾ. ഡാഷ് ഈസ് ജനറലി ഗിവൺ ടു സ്മോളർ ഗ്രൂപ്പ്സ് ആൻഡ് ദെർഫോർ കണ്ടെയ്ൻസ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അതും എന്തിനെയാണ്? പ്രസൻറ്റേഷനാണ്. Then choose the appropriate signpost expression for the following situation when you want to repeat എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം to recap. അല്ലേ, ഡാഷ് ഈസ് എ ലോങ് ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് a lot of information. ഏതാണത്? ഇൻഫോമെറിക്കൽ ആണ്. അല്ലേ. Then substitute the underlined word with its synonym. The crew of the world's biggest ocean racing yacht have been rescued from an accident. അതായത് യാത്ത് എന്ന സിനണിമായിട്ടുള്ള വാക്യം ഓപ്ഷൻസിനകത്ത് ഏതാണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് കെറ്റമാരൻ. ഓക്കെ, ആൻഡ് റോഹൻ വർക്ക്സ് ഇൻ മീഡിയ. ഹിസ് ജോബ് ഈസ് ടു അറേഞ്ച് ടെക്സ്റ്റ് ആൻഡ് പിക്ചേഴ്സ്. ആളുടെ ജോലി എന്താണ്? ആളുടെ ജോലി അവിടെ പറയുന്നുണ്ട് ടെക്സ്റ്റും പിക്ചേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഹിസ് എ ഗ്രാഫിക് ഡിസൈനർ. ഡാഷ് ഇൻവോൾവ്സ് റെസ്പോൺസിബിൾ ട്രാവൽ ടു നാച്ചുറൽ ഏരിയാസ് കൺസർവിംഗ് ദ എൻവയോൺമെൻറ്റ്. ദാറ്റ് ഈസ് ഇക്കോ ടൂറിസം. Say whether the following statement is true or false. Children who eat junk food for breakfast have the same attention span as 70-year-old people. That's false. 8th one, people of Kerala eat the best dash food available in the world. It is called avial. Avial vegan food ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണേ, 2 തവണ എക്സാമിന് കണ്ട് നമ്മളിപ്പോൾ. If you are good at dash and convincing people, you can be a successful lawyer. അതായത് ആളുകളെ കൺവിൻസ് ചെയ്യുന്നതിലും വേറെ എന്തോ ഒരു കാര്യത്തിലും നിങ്ങൾ ഗൂഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവാം? ഒരു ലോയർ ആവാം എന്ന് പറയുന്നുണ്ട്. എന്തിലാണത്? സ്പോർട്സ് ആൻഡ് ഗെയിംസിലാണോ? കെയറിങ് പെറ്റ്സിലാണോ? സോൾവിങ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഈസിലി ആണോ? ആർഗ്യൂയിങ്ങിലാണോ? യെസ്, ഹിയർ ദ ആൻസർ ഈസ് ഡി, ആർഗ്യൂയിങ്. 10th വൺ നോക്ക് നിങ്ങൾ. ഡാഷ് ഈസ് അവർ നാഷണൽ ഗെയിം.
നമ്മുടെ നാഷണൽ ഗെയിം ഏതാ? യെസ്, ദാറ്റ് ഇസ് ഹോക്കി. യെറ്റ് ഇറ്റ് ഈസ് നോട്ട് പോപ്പുലർ ആസ് മെനി അതർ ഗെയിംസ് ഇൻ അവർ കൺട്രി. അല്ലേ? ശരിയാണ്, മറ്റ് ഗെയിംസിനെ പോലെയൊന്നും അത്ര ഫെയിം അല്ല ഹോക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ രൂപേണ നമ്മളൊരു 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് റെഫർ ചെയ്തത്. ഇതുപോലെ ഇതിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ തന്നെയാണ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഒന്ന് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് പോകാം കേട്ടോ. വിഷിംഗ് യു ഓൾ ദ വെരി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.